നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക വേവിച്ചതാണ്. ചക്കയുടെ കൂടെ മീൻകറിയും ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻകറിയുടെ ലിങ്ക് നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നമ്മുടെ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ നോക്കി മീൻകറി ഉണ്ടാക്കുക. മീൻകറി ചക്കയും കൂടെ നല്ലതായിരിക്കും. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ചക്ക വേവിക്കുന്നതിന് വേണ്ട സാധനങ്ങൾ, അത് നമുക്ക് ചക്കയാണ്. ഏകദേശം ഒരു 10-50 ചക്കച്ചുളയുണ്ട്, കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതാണ്. 1.5 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ജീരകം, ഉപ്പ് നമുക്ക് ആവശ്യത്തിനിടാം. കറിവേപ്പില 2-3 തണ്ട് കൂടിക്കോട്ടെ, ഇത്രയും നമ്മൾ കറിവേപ്പില എടുത്തു. വെളുത്തുള്ളി ഒരു 5-6 അല്ലി, ഒരു 10 കാന്താരി എടുക്കണം. കാന്താരി ആയിരിക്കും ഏറ്റവും നല്ലത്. പച്ചമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കാം. പിന്നെ 2 കപ്പ് വെള്ളം. നമുക്ക് ചക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പം 1 ടീസ്പൂൺ തികച്ച് വേണ്ട ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ടു. 2 കപ്പ് വെള്ളം. ഒരുപാട് കട്ടിയുള്ള ചക്കയാണ്, ചില ചക്കയ്ക്ക് വെള്ളം കുറച്ച് മതി. ഇതിന് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിക്കും. ഇത്രയും ചക്കയ്ക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. ഒരു അടപ്പുള്ള പാത്രം മതി. ഞാനിവിടെ കുക്കർ എടുത്തിരിക്കുന്നതിന് വെയിറ്റ് വെക്കാതാണ് കുക്കർ വെക്കുന്നത്. ഏതെങ്കിലും നല്ല അടപ്പുള്ള ഒരു പാത്രത്തിൽ നല്ലവണ്ണം അടച്ച് തീ നല്ലവണ്ണം ഇടുക. ചക്ക വേകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ, മഞ്ഞൾ, ജീരകം, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുക. നമ്മളിടയ്ക്ക് ചക്കയൊന്ന് തുറന്ന് നോക്കുക. ആവി വന്ന് വരുന്ന സമയം തിളച്ച് ആവി വരുന്നുണ്ട്, തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ അരപ്പൊടി ഒന്നിടാം. അരപ്പൊടി ഇട്ടിട്ട് ഒരല്പനേരം വേണം. അരപ്പൊടി ഇട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. അപ്പോൾ അരപ്പൊടി ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്തോളും. ഇനി നമുക്ക് അല്പനേരം കൂടെ നടച്ചു വെക്കാം. ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കണം, വെള്ളം ആവശ്യമുണ്ടോ അതോ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കണം. വെള്ളം ഇല്ലെങ്കിൽ നോക്കണം. ഇപ്പം നമുക്ക് അത്യാവശ്യം വേവാനുള്ള വെള്ളമുണ്ട്, കുഴപ്പമില്ല. നമുക്ക് അത് അടച്ചു വെക്കാം. ഒരു മീഡിയം തീയിലിടുക, വലിയ തീയിലിടല്ലേ, മീഡിയം തീയിൽ തന്നെ വീണ്ടും അടച്ചു വെക്കാം. നമ്മുടെ ചക്ക ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ തിളയ്ക്കുന്ന ശബ്ദം നിന്നിട്ടുണ്ട്. ചെറിയ സൗണ്ടേ ഉള്ളൂ. നോക്കാം. വെള്ളം പറ്റിയിട്ടുണ്ട്. വെള്ളം പറ്റിയിട്ടുണ്ട്. അടിക്ക് പിടിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം, അടിക്ക് പിടിക്കാതെ. അത് വന്നിട്ട് ഇനി നമുക്ക് നല്ലവണ്ണം ഇത് കുത്തി ഉടച്ച് ഇളക്കാം. വാങ്ങി വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി നല്ല പാകമായിട്ടുണ്ട്. ചില ചക്ക ഇത്ര വേവത്തില്ല, പക്ഷേ ഇത് നല്ലപോലെ വേവുന്ന ചക്കയായിരുന്നു. നല്ലപോലെ വെന്തിട്ടുണ്ട്. മീൻകറിയും മാങ്ങാ ചമ്മന്തിയും ഒക്കെയാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ. നമ്മുടെ ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്.